ഹലോ ഗായ്സ്, ഇതെവിടെയെന്നറിയോ നിങ്ങൾക്കാർക്കെങ്കിലും? ഇത് നമ്മുടെ ട്രിവാൻഡ്രത്ത് അമ്പൂരി എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പം പുതിയതായിട്ട് നിർമ്മിച്ച ഒരു പാലമാണ്. ഇത് വളരെ, അതായത് നമുക്ക് സാധാരണ നമ്മൾ പറയുന്നത് പോലെയല്ല. കാരണം ഒത്തിരി വർഷങ്ങളുടെ കഷ്ടപ്പാടായിട്ട് തന്നെയാണ് ഒരുപാട് മനസ്സുകൾ എത്രത്തോളം കാത്തിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. അത്രയ്ക്ക് കാത്തിരിപ്പിനൊരു വിരാമമാണ് ഈ ഒരു പാലം. ഇപ്പോൾ പണി കംപ്ലീറ്റ് തീരാറായി. ചെറിയ ചെറിയ വണ്ടികൾ, ഓട്ടോറിക്ഷ, ബൈക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇനി ബസ്സുകൾ കാര്യങ്ങൾ പോകും. ഇതിനപ്പുറത്ത്, ഈ പാലത്തിനപ്പുറത്ത് ഒത്തിരി വീടുകൾ, അതായത് ഒരുപാട് മനുഷ്യർ, എന്താ പറയുക, നമുക്ക് ആയിരക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്ന സ്ഥലമാണ്. അപ്പം ഇത്രയും കാലം ഇവരിവിടുന്ന്, അതായത് ഈ വെള്ളത്തിലൂടെയാണ് സഞ്ചാരം. കാരണം ഇവിടെ വള്ളമുണ്ട്. രണ്ട് മൂന്ന് സ്ഥലങ്ങളായിട്ട്, അതായത് ഇവിടെ ഈ അമ്പൂരി ഭാഗങ്ങളിൽ കരിമംകുളം എന്ന് പറയുന്നൊരു സ്ഥലത്ത് നിന്നും മായം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഈ തട്ടാമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും വള്ളത്തിൻ്റെ കടത്തുണ്ട്. വള്ളത്തിൽ കൊണ്ടുപോകുന്നുണ്ട്, തിരിച്ചതുപോലെ വള്ളം കൊണ്ടുവരുന്നുണ്ട്. അതും വേറൊരു കുഴപ്പമുണ്ട്. എന്തെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാത്രി 7 മണി കഴിഞ്ഞാൽ അല്ലെങ്കിൽ 8 മണി കഴിഞ്ഞാൽ നമുക്ക് ട്രാവൽ ചെയ്ത് നമുക്ക് വീട്ടിൽ വരാം. എന്താ പറയുക, നമുക്ക് ഒരു ഓട്ടോറിക്ഷ വിളിച്ചോ അല്ലെങ്കിൽ ബസ്സിലോ നമ്മൾ ബൈക്കിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വീട്ടിലെത്താം. പക്ഷേ ഇവിടെയുള്ള ഈ പുഴയ്ക്ക് അപ്പുറത്തുള്ള ആളുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ കടത്ത് നിൽക്കും. അപ്പോൾ 7 മണിക്കാണ് ലാസ്റ്റ് ഇവിടുത്തെ വള്ളം പോകുന്നത്. അതിനു മുന്നേ എല്ലാവരും ഇവിടെ കറക്റ്റ് വന്ന് ആ വള്ളത്തിൽ കയറി അവരവരുടെ വീടുകളിൽ എത്തുക. നമ്മൾ ഈ എന്താ പറയുക, മോഹൻലാലിൻ്റെ സിനിമ ഉണ്ടല്ലോ, നരൻ സിനിമ, അതിൽ നമ്മൾ കാണുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഞാനും ഇവിടെ സഞ്ചരിച്ചിട്ടുണ്ട്. ഞാനിവിടെ വള്ളത്തിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ഇപ്പോഴൊന്നും അല്ല, ഒരു 5-6 വർഷം മുന്നേ. ഇതിപ്പം പാലത്തിൻ്റെ പണി നടന്ന സമയത്തൊക്കെ അവർ ചെയ്ത കാര്യങ്ങളാണ്. അതുപോലെ ചെറിയൊരു കുരിശടിയുണ്ട്. നമ്മളെ ഇവിടെ പള്ളിയുണ്ട്, പറത്തി പള്ളി എന്ന് പറയും. അപ്പോൾ ഇവിടെ ആ പള്ളി പോകുന്നതിന് മുന്നേ ഉള്ളൊരു കുരിശടിയാണ്. പിന്നെ ഇത് കണ്ടില്ലേ, വീടുകൾ കണ്ടില്ലേ, ഒരുപാട് വീടുകളുണ്ട് ഇതിൻ്റെ അപ്പുറത്ത്. അത് ഞാൻ ഇതിൽ കാണിച്ചു തരാം വീഡിയോയിൽ. നമ്മൾ പോകുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്തുള്ള സ്ഥലത്തിൻ്റെ പേര് പുരവിമല എന്ന് പറയും. അതായത് പുരവിമല. അമ്പൂരിയിൽ വന്നിട്ട് നമ്മൾ തട്ടാമുക്ക് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് തട്ടാമുക്കെന്ന് റൈറ്റിലോട്ട് താഴോട്ടൊരു വലിയ റോഡുണ്ട്. ആ റോഡ് നമ്മൾ കയറി വന്ന് നേരെ വരുന്നത് ഈ പാലത്തിലാണ്. അതും ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മനുഷ്യർ, അതായത് നമ്മുടെ ഈ പാലത്തിനപ്പുറത്ത് താമസിക്കുന്ന ഒരുപാട് മനുഷ്യർ വർഷങ്ങളായിട്ട് അവരുടെയൊക്കെ കണ്ണുനീരിന് ഫലമാണ് ഈ ഒരു പാലം. അതിന് ഇവിടെ ഈ നമ്മുടെ ഈ പഞ്ചായത്തിലുള്ളവരും അതുപോലെ നമ്മുടെ ഈ ഭരണാധികാരികളും ചെയ്ത ഒരു വലിയൊരു കാര്യമാണ്. കണ്ടില്ലേ, ഇതൊക്കെ എവിടുന്നോ വീഡിയോ ഒക്കെ എടുക്കാൻ വരുന്നവരാണ്. പഴയ ഒരു പോസ്റ്റ് ഓഫീസ് ഇരിക്കുന്നുണ്ടോ, ഇതുണ്ടോ, ഇത്രയും വലിയ പാലമാണ്. പക്ഷെ നമ്മൾ തന്നെ ഇത് നോക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നി, ഇതെങ്ങനെ ഒരു വെള്ളത്തിലൂടെയൊക്കെ ഇതിങ്ങനെ ചെയ്തെടുത്തു അല്ലേ? കാരണം ഒരുപാട് നാളത്തെ അധ്വാനമാണ്, ഒരുപാട് ആളുകളുടെ അധ്വാനമാണ് ഈ ഒരു പാലം. അത് ഒരുപാട് പേരുടെ പ്രാർത്ഥനയും ഒരുപാട് പേരുടെ കണ്ണുനീരും ഇതിലുണ്ട്. കാരണം അത്രയ്ക്ക് സന്തോഷ കണ്ണുനീരാണ് കേട്ടോ, ആരും ദുഃഖിച്ചുള്ള കണ്ണുനീരൊന്നുമല്ല. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, ഫുള്ള് വെള്ളവും. ഇവിടെ അതുപോലെ ഇവിടെ ഒരുപാട് ഒരു മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. ഇതിന് മുന്നേ മീനൊക്കെ പിടിക്കും, ഒരുപാട് ഐറ്റം മീനുകൾ, ഈ കട്ട്ള, കരിമീൻ. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ പഴയ പോസ്റ്റ് ഓഫീസ്. കണ്ടോ, ഇതൊക്കെ നമുക്ക് കാണാൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ അപൂർവ കാര്യങ്ങളാണ്. കാരണം ഇപ്പോഴത്തെ പോസ്റ്റ് ഓഫീസുകളെല്ലാം അറിയാമല്ലോ, ഇപ്പോഴെല്ലാം വലിയ കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളും കാര്യങ്ങളാണ്. ഇതൊക്കെ പണ്ട് പ്രവർത്തിച്ചിരുന്ന പോസ്റ്റ് ഓഫീസാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഉള്ളിലോട്ടുള്ള റോഡ്. അതായത് ഉള്ളിലോട്ട് നമ്മൾ പോവുകയാണ്, വനത്തിനകത്താണ്. ഇതിനകത്ത് ഒരുപാട് കാട്ടുപന്നി, അതുപോലെ ആനയുണ്ട്. ഇപ്പം അടുത്തായിട്ട് കുറച്ച് നാൾ മുന്നേ, ഇപ്പം നമ്മളീ പോകുന്ന സ്ഥലത്താണ്, കുറച്ച് നാൾ മുന്നേ ആരോ പന്നിയെ പിടിക്കാൻ വേണ്ടി വെച്ച കെണിയിൽ അതിനുള്ളിൽ പുലി കുടുങ്ങി. അങ്ങനെ ഫോറസ്റ്റുകാരൊക്കെ വന്ന് പിടിച്ചുകൊണ്ട്. അപ്പോൾ ഇത്രയും നാൾ ഇവിടെ പുലി ഉള്ളതായിട്ടൊരു വിവരം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ ആർക്കും ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു പുലിയെ കിട്ടിയത്. അതുപോലെ കണ്ടില്ലേ, ഉള്ളിൽ വീടുകളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളൊക്കെ എന്താ പറയുക, നമ്മളൊക്കെ ഒരുപാട് എന്താ പറയുക, നല്ല സൗഭാഗ്യങ്ങളിൽ നമ്മളൊക്കെ നല്ലൊരു എന്താ പറയുക, വീടുകളിൽ AC-യിലും നല്ല ഫാനിലും അതുപോലെ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇൻവേർട്ടറിലൊക്കെ നമ്മൾ താമസിക്കുന്നു. ഇവിടെയൊക്കെ ഉള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കഷ്ടപ്പാടാണ് ഉള്ളിലോട്ട്. കാരണം അധികവും ആളുകൾ സ്വന്തം പുരയിടമൊന്നും അല്ല, സർക്കാരിൻ്റെയൊക്കെ ഭൂമികളിലൊക്കെ തന്നെയാണ്. അപ്പം അവരുടെയൊക്കെ എന്താ പറയുക, കിടന്ന് ഉറങ്ങുമ്പോൾ അവർക്കൊക്കെ ഒരു നല്ലൊരു എന്താ പറയുക, സാധാരണ നമ്മളൊക്കെ ഉറങ്ങുന്നപ്പോൾ നമുക്കൊക്കെ ഉള്ളൊരു സന്തോഷം പോലൊരു സന്തോഷം അവർക്കുണ്ടായി എന്ന് വരില്ല. പിന്നെ അതുപോലെ ഇത് നേരെ പോകുന്ന പുരവിമല എന്ന് പറയും. റോഡ് കണ്ടോ, റോഡ് ടാറൊന്നുമില്ല, ഫുള്ള് ഇങ്ങനെ എന്താ പറയുക, കുണ്ടും കുഴിയുമാണ്.
ഫുള്ളിങ്ങനെ ഇതിലേ കൂടെയാണ് വണ്ടികളൊക്കെ ഓടി ഇങ്ങനെ എത്തുന്നത്. അതും ഈ പറമ്പിനകത്തൂടിയൊക്കെയാണ്. കണ്ടോ, ഇവിടെ കൂടിയൊക്കെ ഇങ്ങനെ അത് കണ്ടോ, പുതിയൊരു വീട് പണിയുകയാണ്, പുതിയൊരു വീട് പണി നടക്കുവാണ്. അപ്പോൾ ഇതിങ്ങനെ തന്നെയാണ് ഈ റോഡുകൾ കേട്ടോ. ഈ റോഡൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഇത് നമ്മൾ ഇവിടുന്ന് കുറേ പോകണം, ഉള്ളിലോട്ട് കുറേ പോകുന്നതോറും വീടുകൾ നമുക്ക് കാണാം. അതുപോലെ വലിയ വലിയ മരങ്ങൾ. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇതൊരു വീടാണ് കണ്ടോ, അവിടെ ആൾ താമസമൊക്കെ ഉണ്ട്, താമസിക്കുന്ന വീടാണ്. പിന്നെ അതുപോലെ നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൂടി വണ്ടി ഓടിച്ച് പോകാൻ ഭയങ്കര പാടായിരിക്കും, നല്ല കഷ്ടപ്പാടായിരിക്കും. കണ്ടോ, ഈ റോഡ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ഫുള്ള് മണ്ണ് മണ്ണിൽ വെട്ടി തടമാക്കി എടുത്തൊരു റോഡാണ്. കണ്ടോ, നമ്മുടെ ജപ്പാൻ കുടിവെള്ളത്തിൻ്റെ പൈപ്പൊക്കെ കൊണ്ടിട്ടിരിക്കുകയാണ്. അത് ഇനി അതിൻ്റെ പണിയൊക്കെ നടന്ന് വെള്ളങ്ങളൊക്കെ ഇനി ഇവിടെ കിട്ടണം ആളുകൾക്ക്. കണ്ടോ റോഡ് കണ്ടോ, ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഫുള്ള് മണ്ണൊക്കെ ഇടിച്ചിങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇതിലൂടെയൊക്കെ മഴ പെയ്യുന്ന സമയത്ത് ഇവിടെയുള്ളവരൊക്കെ, അതിന് പുറമെ വേറൊരു കാര്യമുണ്ട്. ഈ ഉള്ളിലോട്ട് നമ്മൾ ഈ വണ്ടിയിൽ പോകുന്ന ഈ ഉള്ളിലോട്ടുള്ള ഈ ഇവിടേക്ക് താമസിക്കുന്ന ആളുകൾ ഒന്ന് ബസ് കയറണമെങ്കിൽ തന്നെ അമ്പൂരിയിൽ വരണം. അപ്പോൾ എത്ര കിലോമീറ്ററാണ് ഇവർ ഈ നടന്ന് വരുന്നത് ഈ ഉള്ളിലെന്ന്. വളരെയധികം കഷ്ടപ്പാട് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ കുറച്ച് എന്താ പറയുക, നടക്കുന്നവരുണ്ട്, നടക്കാത്തവരുണ്ട്, ചിലപ്പോൾ കിലോമീറ്റർ നടക്കുന്നവരുണ്ട്. ഇപ്പോൾ ഈ ഇതിൽ സംസാരിക്കുന്ന ഈ പറയുന്ന എനിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/2 കിലോമീറ്റർ പോലും കണ്ടിന്യൂസ് നടക്കാൻ പറ്റില്ല. നടക്കുമ്പോൾ തന്നെ നമ്മൾ വേർത്ത് നമ്മൾ നാശമാവും. പക്ഷേ ഇവിടെയുള്ളവർ ഈ ഉള്ളിലൊക്കെ വീട് അവിടെ ആയിട്ടാണ് വീടുകൾ. കണ്ടില്ലേ നിങ്ങൾ, ഈ റോഡ് കണ്ടോ, ഈ പോകുന്നിടത്തെല്ലാം വീടുകളുണ്ട്. ഈ വീടുകളിലുള്ള ആളുകളെല്ലാം ഇത്രയും ദൂരം നടന്നാണ് വരുന്നത്. കാരണം ഇവിടെ അങ്ങനെ വണ്ടികളില്ല, ടാക്സിയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ സ്വന്തമായിട്ട് വണ്ടിയുള്ള കുറച്ചൊക്കെ ആളുകളുണ്ട് താമസിക്കുന്ന, അവർക്കൊക്കെ വണ്ടികളുണ്ട്. അല്ലാതെയുള്ള ആളുകളെല്ലാം നടന്ന് തന്നെയാണ് പോകുന്നത്. ഇത് കണ്ടോ, ഫുള്ള് ഉള്ളിലോട്ടാണ്, ഫുള്ള് മരങ്ങളും കാടുകളും പാറകളും വലിയ വലിയ മരങ്ങൾ ഇരിക്കുന്നുണ്ട് റോഡിൽ. അപ്പോൾ ഇവിടെ ഉള്ളവരുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പാട് തന്നെയാണ്. പിന്നെ ഇവിടെ സ്കൂളുണ്ട്, പുരവിമല സ്കൂളെന്ന് പറയും. ഇവിടെയുള്ള പിള്ളേരൊക്കെ പഠിക്കുന്ന ഇവിടെ സ്കൂളുണ്ട്. പിന്നെ പക്ഷേ ഞാൻ കണ്ടോ റോഡിൽ വലിയ മരങ്ങളും നമുക്ക് കണ്ടില്ലേ. പക്ഷേ നമ്മൾ ഒന്ന് ചിന്തിക്കുക, ഇതിനൊക്കെ മുന്നേ, ഈ പാലം വരുന്നതിന് മുന്നേ, അതായത് എന്താ പറയുക, ഒരു 5-6 മാസങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം വരെയും ഇവിടെയുള്ള ആളുകളുടെ ഒരു കഷ്ടപ്പാടെന്ന് പറയുന്നത്, എവിടെ പുറത്ത് പോയാലും ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, വീടുകളിൽ നിന്ന് തന്നെ പുറത്തോട്ട് എന്തെങ്കിലും പരിപാടികൾ കാണാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ദൂരോട്ട് പോകാനോ പോയിട്ട് വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം 7 മണി 8 മണി കഴിഞ്ഞാൽ പിന്നെ കടത്തില്ല, ഇത് വെള്ളം ഇല്ല. അപ്പോൾ പിന്നെ അവിടെയുള്ളവർക്ക് തിരിച്ച് സ്വന്തം വീട്ടിൽ വരാൻ കഷ്ടപ്പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അധികം ആളുകളും അങ്ങനെ വലിയ യാത്രകളൊന്നും ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ജീവിച്ചതാണ്. ഇപ്പം എന്താ പറയുക, അവർക്ക് ദൈവമായിട്ട് അവർക്കൊരു അനുഗ്രഹം കിട്ടി, ഈ ഒരു പാലം. അത് ഇപ്പോഴത്തെ ഭരണത്തിലിരിക്കുന്ന ആളുകൾ ചെയ്തത് വളരെ വലിയൊരു കാര്യമാണ് ചെയ്തത്. കാരണം അതങ്ങനെ നമ്മൾ പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം ഒത്തിരി വർഷങ്ങളോളം ഇത് ഇങ്ങനെ കടന്നൊരു സ്ഥലമാണ്. എന്താ പറയുക, വെറും വെള്ളത്തിൽ കൂടെ വള്ളം തുഴഞ്ഞ് പൊയ്ക്കൊണ്ടിരുന്ന മനുഷ്യന്മാരാണ്. ഇപ്പം ഇങ്ങനെ ഒരു പാലം വന്നു, അതിലൂടെ മനുഷ്യർക്ക് തിരിച്ച് എന്താ പറയുക, നമ്മുടെ മറ്റുള്ളവരെ പോലെ അവർക്ക് എൻജോയ് ചെയ്ത് പുറത്തു പോകാനും അവർക്ക് സമയത്തിന് വീട്ടിലെത്താനും എല്ലാത്തിനും ഒരു എളുപ്പമാർഗ്ഗമായി മാറിയിരിക്കുകയാണ്. കണ്ടില്ലേ, ഇതൊക്കെ ഫുള്ള് ഉള്ളിലാണ്, റോഡാണ്. ഇത് നേരെ പുരവിമല എന്ന് പറയും. പുരവിമല എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ചെല്ലുന്നത്. പക്ഷേ ഈ പോകുന്ന സ്ഥലങ്ങൾ നിങ്ങളുണ്ട്, രാത്രിയൊക്കെ ഇതിലെ ആളുകൾ നടന്നാണ് പോകുന്നത്. രാത്രിയൊക്കെ ഇതിലിവിടെ പോസ്റ്റുകളുണ്ട്, കറണ്ടിൻ്റെ പോസ്റ്റുകളുണ്ട്. വഴിവിളക്കുണ്ടോ എന്നറിയില്ല, അത് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല നോക്കിയിട്ട്. പിന്നെ കണ്ടില്ലേ, പോസ്റ്റുകൾ നിൽക്കുന്നുണ്ട്. പിന്നെ വഴിവിളക്ക് ഉണ്ടാവുമായിരിക്കും, കാരണം ഇതിൽ രാത്രി ആളുകൾ നടന്നൊക്കെ പോകും. പിന്നെ ആനയുണ്ട് ഇവിടെയൊക്കെ, ആന വേറെ അങ്ങനെ വലിയ ശല്യങ്ങളൊന്നും ഇവിടെ ചെയ്തതായിട്ട് ഇതുവരെ അങ്ങനെ അറിവുകളൊന്നുമില്ല. പിന്നെ എന്നാലും ഒരു കാര്യമുണ്ട്, ഇതിലേ കൂടെയൊക്കെ നടന്നു പോകുക എന്ന് പറയുന്നത് ടാസ്ക്കാണ്, നമ്മളെപ്പോലുള്ളവർക്ക് ടാസ്ക്കാണ്. കാരണം ഇവിടെയൊക്കെ ഉള്ളവർക്ക് സ്ഥിരം ശീലമായൊരു കാര്യമാണ്. കാരണം എന്നോടൊക്കെ ഇതിലേ നടന്ന് രാത്രിയിലും എവിടെയെങ്കിലും എന്താ പറയുക, നമ്മുടെ അടുത്ത് ആ പാലത്തിൽ നിന്ന് ഇപ്പം നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്ന ഇതുവരെ ഒന്ന് വരുമോ, ഒറ്റയ്ക്ക് നടന്നു വരുമോ എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതിനുള്ള ധൈര്യവും നമുക്കില്ല കേട്ടോ. കാരണം ഇത്രയും നമ്മൾ റിസ്ക് എടുക്കില്ല, കാരണം അത്രയ്ക്ക് ഉള്ളിലോട്ടാണ് ഇത്. നമ്മൾ പകൽ തന്നെ നമ്മളിവിടെ കൂടി വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ പേടിക്കും. കാരണം അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു ഇതാണ് അവിടുത്തെ ഒരു മൂകതയും ശബ്ദങ്ങളും കാര്യങ്ങളെല്ലാം, നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ടോ, ഇത് ഇവിടുത്തെ കടത്താണ്, ഇവിടുത്തെ വള്ളം.
ഈ വള്ളമാണ് ഇങ്ങനെ തുഴഞ്ഞ് ഇവിടുന്ന് അപ്പുറത്ത് കൊണ്ടുപോകുന്നത്. 2 വള്ളമുണ്ട്. ഇതിൽ ആളുകളെ കയറ്റി, ഇവിടെ 2 തുഴക്കാരുണ്ട്. അപ്പോൾ ഇതിൽ ആളുകളെ കയറ്റി നേരെ ഇവിടുന്ന് തുഴഞ്ഞ് നേരെ അങ്ങ് അപ്പുറത്ത്, നമ്മൾ കാണുന്നില്ലേ അപ്പുറത്ത്, ഈ നീല കളറൊന്നുമല്ല, അങ്ങ് അപ്പുറത്ത് മരങ്ങൾ നിൽക്കുന്ന അങ്ങ് കൊണ്ടുപോകും. ഇതും കഴിഞ്ഞ് ഇവിടെ ഈ പണി നടക്കുന്ന ആൾക്കാർ പണി നടക്കുന്നുണ്ടോ, അത് മീൻ വളർത്തുന്നതാണെന്നാണ് തോന്നുന്നത്. ഇതും കഴിഞ്ഞ് അപ്പുറത്തെ കരയിൽ കൊണ്ടുപോകണം തുഴഞ്ഞ്. അത് 2 പേരും ഒരുമിച്ചാണ് തുഴയുന്നത്. ഇതൊരു വലിയൊരു വള്ളമാണ്, വലിയ വള്ളമാണ് കേട്ടോ. ഇതൊക്കെ നമുക്കിപ്പോഴും കാണുക എന്ന് പറയുന്നത്, നമ്മുടെയൊക്കെ എന്താ പറയുക, നാട്ടിലൊക്കെ ഇങ്ങനെ ഒരു ഇതുള്ളത് അപൂർവമാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ചാനൽ ലൈക്ക്